പ്രധാനമായും ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വാർത്ത ഇതുതന്നെയാവും. അതായത് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു മൂപ്പിളമ തർക്കം ഒടുവിൽ ഇപ്പോൾ സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു അധികാര തർക്കം VC-യും ഗവർണറും സർക്കാരുമൊക്കെ തമ്മിലുള്ള തർക്കം ആകുന്നു എന്നുള്ള വാർത്തയാണ്. 6-ാം പേജിൽ ഇങ്ങനെ പറയുന്നു: ഒടുവിൽ വിശാല ഹൃദയർ എല്ലാം ക്ഷമിക്കുന്നു. പ്രശസ്തമായ സിനിമാ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന വിധം അല്പം പരിഹാസദ്യോതകമായിട്ടാണ് മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നത്. ചർച്ച നടത്തി മന്ത്രിയും VC-യും. 20 ദിവസങ്ങൾക്ക് ശേഷം കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ പോലീസ് സുരക്ഷയിൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തുന്ന വാർത്ത. നേരത്തെ പറഞ്ഞതുപോലെ ഈ തമാശ കലർന്ന ഹെഡ്ലൈൻ ഒടുവിൽ വിശാല ഹൃദയർ എല്ലാം ക്ഷമിക്കുന്നു. രജിസ്ട്രാറുടെ സസ്പെൻഷനെ തുടർന്ന് കലാപസമാന സാഹചര്യം രൂപപ്പെട്ട കേരള സർവകലാശാലയിൽ 20 ദിവസത്തിന് ശേഷം വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തിരിച്ചെത്തിയത് അനുരഞ്ജന നീക്കത്തിൻ്റെ ഭാഗമാണ്. പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് SFI പ്രതിഷേധത്തിന് മുതിരാതെ ഇന്നലെ മാറി നിന്നു. പ്രതിഷേധത്തിന് മുതിരാതെ മാറി നിന്ന SFIയെ ഇന്നലെ ഏതാണ്ടൊരു പരിഹാസ സ്വരത്തിൽ തന്നെ മോഹൻ കുന്നുമ്മൽ VC അതിന് നന്ദി പറയുന്നതും ഇത്തരത്തിൽ തന്നെ ഈ നിലപാട് തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേ വാർത്ത തന്നെ മാതൃഭൂമിയുടെ ഇന്ന് 1-ാമത്തെ ഹെഡ്ലൈനാണ്. വളരെ രസകരമായി ലേഔട്ട് ചെയ്ത പേജിൽ യുവിൻ്റെ ഉള്ളിലായി സർവകലാശാലയുടെ ക്ലോക്ക് ടവർ കാണിക്കുന്നു. U-ടേൺ എന്നാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ തന്നെ. കേരളയിൽ അടിയന്തര സിൻഡിക്കേറ്റ് നടക്കുന്നു. കനത്ത പോലീസ് സുരക്ഷയിൽ. അതേപോലെ തന്നെ മോഹൻ കുന്നുമ്മൽ VC സർവകലാശാലയിലേക്ക് തടസ്സമില്ലാതെ VC എത്തി. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വെള്ളിയാഴ്ച സർവകലാശാലയിലെത്തി. VC-യെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളോ SFIയോ തടഞ്ഞില്ല. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിൽ ഉണ്ടായിരുന്നെങ്കിലും VC-യെ മുഖാമുഖം കണ്ടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ വളരെ സൂക്ഷ്മമായ ആളുകളുടെ ശരീരഭാഷയും ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ തരത്തിലൊക്കെയുള്ള പത്രങ്ങളിൽ പലതരത്തിൽ പറയുന്നുണ്ട്. ഭാരതാംബയിൽ തുടങ്ങിയ തർക്കം ഒടുവിൽ സർവകലാശാലയുടെ ഭരണ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുകയും തെരുവ് യുദ്ധമായി ഒക്കെ മാറുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ഒരു U-ടേൺ ആവുകയാണ്. സർക്കാരും CPM-ഉം അനുരഞ്ജന പാതയിലാണ്. വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. ദീപികയിൽ ഇതേ വാർത്ത തന്നെ. ദീപികയിൽ ഇതേ വാർത്ത തന്നെ പോരിന് ശമനം എന്ന പേരിലാണ് 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. പോരിന് ശമനം 1-ാമത്തെ ഹെഡ്ലൈൻ തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി വൈസ് ചാൻസലർ ചർച്ച നടത്തി. സർവകലാശാലയിൽ 3 ആഴ്ച നീണ്ടുനിന്ന അധികാര തർക്കത്തിന് പരിഹാരമാകുന്നു. സർക്കാർ ഇടപെട്ടതോടെയാണ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങുന്നത്. സമാനമായ മറ്റ് 2 പത്രങ്ങളിലും കണ്ടതിന് സമാനമായൊരു ചിത്രം ഇതിലുമുണ്ട്. മോഹൻ കുന്നുമ്മൽ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ കനത്ത പോലീസ് സുരക്ഷയിൽ തിരിച്ചെത്തുന്നു.